ഇനി ഞാൻ വിചാരിച്ചു ഒരു വാട്ട് ഈറ്റിന് ഡേ എടുക്കാമെന്ന്. പക്ഷേ രാവിലത്തേത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ അങ്ങ് മറന്നു പോയി കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഉച്ചക്കത്തെ ചോറ് എങ്ങനെ എടുക്കാമെന്ന്. അപ്പോൾ ചോറ് ഇതാ ആദ്യമേ വിളമ്പി. ചോറിൻ്റെ കൂടെ അടിപൊളി, എനിക്ക് പറയുമ്പോൾ തന്നെ എനിക്ക് ഏറ്റവും ഫേവറേറ്റാണ് ചക്ക. അപ്പോൾ ഒരു കൊതിക്ക് അങ്ങ് ചക്ക കിട്ടിയിട്ടുണ്ട്. ചക്ക എന്ന് വെച്ചാൽ അധികം വിളയാത്ത ചക്കയാണ്. അപ്പം അത് വെച്ചിട്ട് ഒരു തോരൻ ഉണ്ടാക്കി. ചക്ക എന്ന് വെച്ചാൽ ഈ വർഷത്തെ ആദ്യത്തെ ചക്കയാണിത്. അപ്പോൾ ഓരോരാളെ വീഡിയോസ് കാണുമ്പോഴും ചക്കയ്ക്ക് ഇങ്ങനെ കൊതി പിടിച്ച് എന്താ പറയുക വെറി പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് ചക്ക കണ്ടത്. അങ്ങനെ ഒരു പീസ് വാങ്ങി. ആ ഒരു പീസിന് ഇവിടെ 50 രൂപയാണ് ഒരു പീസിന്. 50 രൂപയൊക്കെയാണ് ഞങ്ങൾ വാങ്ങിയത്. അപ്പോൾ അത് 2 ദിവസം ഇന്നും കൂടെ കഴിഞ്ഞു 2 ദിവസം വെക്കാം. പിന്നെയെന്ന് വെച്ചാൽ മീൻ പൊരി, അയില. എൻ്റെ ഫേവറേറ്റ് അയിലയാണ് അയില. അതുപോലെ കറ്റ്ല എന്നൊക്കെ പറയാറില്ലേ, ഒരു എന്താ പറയുക കിളിമീനോ അങ്ങനെ. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ്. അപ്പോൾ അയില പൊരിച്ചതും എടുത്തു. പിന്നെയെന്ന് വെച്ചാൽ ഇത്രയും ചോറ് എനിക്ക് മണിക്കുട്ടിക്ക് ഞങ്ങൾക്ക് 2 പേർക്കാണ്. അപ്പോൾ അവൾക്ക് കഷ്ണങ്ങളൊക്കെ ഇഷ്ടമാണ് അയിലയുടെ. അപ്പം ഞാൻ മീൻ കറി വെക്കുമ്പോൾ ഇവിടെ മറ്റ് 3 പേരെ മാത്രം വിചാരിച്ചിട്ടാണ് ഈ മീനിൽ കഷ്ണം ഇടുന്നത്. കാരണം എനിക്ക് മീൻ കറിയുടെ കഷ്ണം ഇഷ്ടമല്ല, മീൻ പൊരിച്ചതാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു തല അങ്ങ് എടുത്തു. തലയുടെ ഒരു പീസിലുണ്ടാവും, അത് തല കഴിക്കാൻ എനിക്കിഷ്ടമാണ്. അപ്പം ഞാൻ മണിക്കുട്ടിയോട് പറഞ്ഞു ചോറ് എടുത്തിട്ട് ഞാൻ വരലായി, നീ ഒന്ന് റെഡി ആയിട്ടിരിക്കുന്നു. ഇനി വേണമെങ്കിൽ ഒരു അച്ചാറും കൂടെ സൈഡിൽ ഒരു അലങ്കാരത്തിനങ്ങ് ചേർത്ത് കൊടുക്കാം. വേണ്ടെങ്കിൽ അതങ്ങ് ഒഴിവാക്കാം. ഒരു ഗ്ലാസ് വെള്ളം എടുത്താൽ നമ്മുടെ ഇന്നത്തെ എന്താ പറയുക അടിപൊളി ഉച്ചക്കത്തെ ലഞ്ച് അങ്ങ് ക്ലിയർ ആവും. അപ്പം ഞങ്ങൾ പോയിട്ട് 2 പേരും അമ്മയും മോളും ഇരുന്നിട്ട് അങ്ങ് കഴിക്കട്ടെ.